അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്രസമ്മേളനത്തിലെ വിവരങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്കിന്ന് ഒരു ബോഡിയും 4 ബോഡി പാർട്ടുമാണ് കിട്ടിയിട്ടുള്ളത്. 3 ബോഡി പാർട്ടും നിലമ്പൂരിൽ നിന്ന്, 1 ബോഡി പാർട്ട് വയനാട്ടിൽ നിന്ന്. ഈ വിധത്തിലാണ് നമുക്ക് ഇന്നത്തെ റിക്കവറി സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള ധാരണ. ഇപ്പോൾ ചൂരൽമലയിൽ 16 ക്യാമ്പുകളിലായി 662 കുടുംബങ്ങൾ. ഇന്നലെ പറഞ്ഞതുപോലെ ചെറിയ വ്യത്യാസം നമ്പറുകളിലുണ്ട്. ഇന്ന് ക്യാമ്പിലുള്ളത് 4 ഗർഭിണികളായ സ്ത്രീകളും 535 കുട്ടികളും ഉൾപ്പെടെ 2199 പേരായി അത് മാറിയിട്ടുണ്ട്. ഇന്ന് അതുപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൺറൈസ് വാലിയുടെ പ്രദേശത്ത് കഡാവർ ഡോഗ്സിന്റെ സഹായത്തോടു കൂടിയിട്ടുള്ള ഇന്നത്തെ പരിശോധനയുടെ ഭാഗമായി നേരത്തെ പറഞ്ഞ ബോഡി പാർട്ടിൽ 1 ബോഡി പാർട്ട് കണ്ടെത്തിയത് ആ മേഖലയിൽ നിന്നാണ്. ബോഡി പാർട്ടും കുറച്ച് മുടിയുടെ ഭാഗങ്ങളും ചെറുതായി മാംസകഷങ്ങളും ഉൾപ്പെടെ ലഭ്യമായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഹെലികോപ്റ്ററിൽ കഡാവർ ഡോഗ്സിന്റെ സാന്നിധ്യത്തിനും സഹായത്തിനുമുള്ള തെരച്ചിൽ നാളെയും തുടരണം എന്നാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടുകൂടി ആ മേഖലയിലെ പരിശോധനയിൽ നല്ല ഒരു പുരോഗതി ഉണ്ടാകും. മരണപ്പെട്ട കേസുകൾ 225ഉം ബോഡി പാർട്ടുകൾ 192ഉം. ആ വിധത്തിലാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. അതിൽ 178 ബോഡിയും 2 ബോഡി പാർട്ടും ഇതിനകം ബന്ധപ്പെട്ടവർക്ക് കൈമാറി കഴിഞ്ഞു. ബാക്കി ബറിയൽ നടത്തിയതിൻ്റെ ഒരു കണക്ക് 180 ബോഡി പാർട്ടും 46 ബോഡിയുമായി, അങ്ങനെ 226 കുഴികളിലായി നമ്മൾ ഇത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്കായിട്ട് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം. നമുക്ക് ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് വിശദാംശങ്ങളെങ്കിൽ, ഇന്നത്തെ ക്യാബിനറ്റ് കേരളത്തിലെ എല്ലാ മനുഷ്യരോടും, ഈ വലിയ പരിശ്രമത്തിലൊപ്പം നിൽക്കുന്ന എല്ലാ മനുഷ്യരോടും, അവരുടെ മനുഷ്യ നന്മയോടും കേരളത്തിലെ ഗവൺമെന്റിന്റെ അഭിവാദ്യം അർപ്പിച്ചു. നമുക്ക് അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഈ പ്രദേശത്ത് 10, 11, 12 വാർഡുകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ദുരന്തമുണ്ടായതിനു ശേഷവും അവരുടെ ലോണുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേടി നിലനിൽക്കുന്നു എന്ന പ്രശ്നം ഉണ്ടായി. ഇക്കാര്യം SLBCയുടെ ശ്രദ്ധയിൽ, സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ചീഫ് സെക്രട്ടറി തന്നെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു വികാരം അറിയിച്ചു. അതനുസരിച്ച് പ്രത്യേക SLBC യോഗം, സാധാരണ SLBC യോഗം നേരത്തെ വിളിക്കലുണ്ട്, ഒരു കാലാവധിയുണ്ട്, ആ കാലാവധിക്കകത്ത് പൂർത്തിയാകുമ്പോഴാണ് വിളിക്കുക. ഈ പ്രശ്നം CS ശ്രദ്ധയിൽപ്പെടുത്തിയ സാഹചര്യത്തിൽ ഈ പ്രശ്നം കർശനമായി പരിശോധിക്കാൻ വേണ്ടി സ്പെഷ്യൽ SLBC വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ തീയതി ഉടനടി നമുക്ക് ധാരണയുണ്ടാക്കാൻ വേണ്ടി കഴിയും. എല്ലാ നഷ്ടപ്പെട്ട സാധനങ്ങളും തിരിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനം അതിവേഗം ആരംഭിക്കും എന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതനുസരിച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ ബാക്കിയുള്ളതെല്ലാം ചേർന്ന് ഒരു പൊതുസ്ഥലത്ത് ആളുകൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ ഒരു അദാലത്ത് പോലെ, അദാലത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾ വരണം, ആ അർത്ഥത്തിലല്ല, ഒരു അദാലത്ത് പോലെ ഒറ്റ സെന്ററിൽ നിന്ന് അതെല്ലാം ലഭ്യമാകുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയണം എന്ന് നിശ്ചയിച്ചിരുന്നു. എങ്കിലും ഏറെ അത്യാവശ്യമായിട്ടുള്ളത് റേഷൻ കാർഡുകളാണ്. ആളുകളുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട റേഷൻ കാർഡ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അവരുടെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് റേഷൻ കാർഡുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് വിതരണം ഇന്ന് ആരംഭിച്ചു. അത് 44, 46 നമ്പർ റേഷൻ കടകളിലെ റേഷൻ കാർഡുകളുടെ വിതരണം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തും. ബാങ്കുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ബാങ്കേഴ്സ് സമിതി ചർച്ച ചെയ്യുക. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ MI ഉൾപ്പെടെ, നമുക്ക് EMI ഉൾപ്പെടെ നമ്മളിങ്ങനെ സ്വകാര്യ പണമിടപാട് കേന്ദ്രങ്ങൾ നടത്തുന്ന പിരിവും ഈ ഒരു കാലയളവിൽ നിർബന്ധമായും നടത്തരുത് എന്ന്, പണം പിരിച്ചെടുക്കരുത് എന്നവരോട് പറയാനാകില്ല, കാരണം അവർക്കതിൽ കരാറുണ്ടാകും. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ക്യാമ്പുകൾ ആളുകൾ കിടക്കുക, ഒരു അനിശ്ചിതത്വം ആളുകളുടെ മനസ്സിലുണ്ടാവുക,
അത് സംബന്ധിച്ച് ഏതെങ്കിലും പേടി ഉണ്ടാവുക, അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും സ്വകാര്യമായ പണമിടപാട് സ്ഥാപനങ്ങളോട് ഈ ഘട്ടത്തിൽ പണപ്പിരിവുമായി മുന്നോട്ട് പോകരുത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ഒരു പൊതുവികാരമായി, ക്യാബിനറ്റിന്റെ ഒരു പൊതുവികാരമായി അത് അവതരിപ്പിക്കണം എന്ന് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോക്കൽ ഡാറ്റ കളക്ഷൻ ഫോർ സെർച്ച് ആക്ടിവിറ്റി എന്ന പേരിൽ നമുക്കിപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള, പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോഴ്സിൽ നേരത്തെ പരിശോധന നടത്തിയ അംഗങ്ങൾക്ക് പുറമെ പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികൾ, ഇവിടെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ പ്രതിനിധികൾ, അവരെല്ലാം ചേർന്ന് സമഗ്രമായൊരു പരിശോധന 6 മേഖലകൾ കേന്ദ്രീകരിച്ച് തുടരുകയാണ്. ആ ടീം പൂർണ്ണമായി തിരിച്ചെത്തിയിട്ടില്ല. നാളത്തോടുകൂടി, ഇന്ന് ഏകദേശം കിട്ടും, നാളത്തോടുകൂടി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണക്കും അതുമായി ബന്ധപ്പെട്ട അവരുടെ വിലയിരുത്തലും നമുക്ക് ലഭ്യമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അകത്ത് നടക്കുന്ന മോഷണങ്ങളൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ നേരത്തെ നമ്മൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്ന് ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. ആ ബെയിലി പാലം ആരംഭിക്കുന്ന പ്രദേശത്ത്, ചൂരൽമല സെന്റർ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ സന്നദ്ധ പ്രവർത്തകർ പരിശോധന നടത്തിയപ്പോൾ 50 പവൻ പരിശോധിച്ച് താഴെ പോയി കഴുകി വൃത്തിയാക്കുമ്പോൾ 50 പവൻ സ്വർണ്ണാഭരണം അവർക്ക് ലഭ്യമായി. അവരത് കൃത്യതയോടെ വീട്ടുടമസ്ഥന്മാരെ തിരിച്ചേൽപ്പിച്ച മാതൃകാപരമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനവും ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് എന്ന് ലോകമറിയണം. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ മോശപ്പെട്ടവരുടെ ഒരു നാടല്ല. വളരെ 39ാമത് വിവാഹ വാർഷികം ആഘോഷിച്ച് കിടന്ന ഒരു കുടുംബത്താണ് ഈ ദുരന്തം ഉണ്ടായത്. ഭാഗ്യത്തിന് അവരും രക്ഷപ്പെട്ടു. ഇന്ന് സന്നദ്ധ പ്രവർത്തകർ അവരുടെ തകർന്നുപോയ വീട് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഇത് കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചു എന്ന കാര്യം കൂടി ഞങ്ങൾ ഇന്ന് പോയപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇടവന്നു. 3 പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇന്ന് നടന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കാളികളായി PWD ഉദ്യോഗസ്ഥന്മാരുടെ അടിയന്തരമായിട്ടുള്ള യോഗം ചെയ്യുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം PWDയുമായി ബന്ധപ്പെട്ടും ആവശ്യമെങ്കിൽ മറ്റു വകുപ്പുകളുടെയും നമ്മുടെ ഈ തകർന്നുപോയ മെയിൻ്റനൻസ് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി മെയിൻ്റനൻസ് നടത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം യോഗത്തിൽ മന്ത്രി കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴെങ്കിലും നടത്തുക എന്നുള്ളതല്ല, സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്ന് മന്ത്രി പ്രത്യേക നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ താൽക്കാലികമായ താമസങ്ങൾക്ക് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് കൊടുക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. 2, നമ്മുടെ ക്യാമ്പുകളിൽ നടക്കുന്ന വിവരങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി 16 ക്യാമ്പുകളിലെയും പ്രധാന ചുമതലക്കാർ, സഹചുമതലക്കാർ എന്നിവരുടെ യോഗം 4 മന്ത്രിമാരും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിലെ അധികാരികളും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഓഫീസറും എല്ലാം കൂടി ചേർന്ന് ചേരുകയുണ്ടായി. ക്യാമ്പുകളിൽ നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച്, അവിടെ ഉള്ള പലതരത്തിലുള്ള പ്രചരണങ്ങളെ സംബന്ധിച്ച്, ആശങ്കകളെ സംബന്ധിച്ചൊക്കെ ക്യാമ്പിൽ നമുക്ക് ആളുകൾക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ അവസരമുണ്ടായി. ഏറ്റവും ആർദ്രമായ വിധത്തിൽ ക്യാമ്പിനെ കൈകാര്യം ചെയ്യണം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. 136 കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിംഗ് വളരെ ഫലപ്രദമായി നടക്കുന്നുണ്ട്. എങ്കിൽ പോലും 1, 2, 3 റൗണ്ട് ഈ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും ഇപ്പോഴും കഠിനമായുള്ള പ്രയാസങ്ങളുടെ നടുവിൽപ്പെട്ട് കുറച്ചുകൂടി സീവിയറായി കൈകാര്യം ചെയ്യേണ്ട ചില കേസുകൾ കൂടി സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അക്കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ ആ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യോഗം നമ്മുടെ ജില്ലയിലെ 23 ഗ്രാമപഞ്ചായത്തിൻ്റെയും 3 മുനിസിപ്പാലിറ്റിയുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന ഒരു യോഗം ഒരുപക്ഷെ ഈ ദുരന്തം നടന്നതിന് ശേഷം ആദ്യമായി നമ്മുടെ ഇവിടെ നടക്കുകയുണ്ടായി. നേരത്തെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെയും മേപ്പാടി പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങളുടെയും യോഗം അധികം സംഘടിപ്പിച്ച് കൃത്യമായ പരിപാടികൾ തയ്യാറാക്കി പോയിരുന്നു. ഇപ്പോൾ ഈ യോഗം ചേർന്നത് വാടക വീടുകൾ കണ്ടെത്തുന്ന കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന വിധം പഞ്ചായത്തുകാർ ഇടപെടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ആ യോഗത്തിൽ അവരുടെ ഈ 5 പഞ്ചായത്തുകൾ പ്രധാനമായും ഒന്നാമത്തെ മുൻഗണനയായി കണ്ടുകൊണ്ട് വാടക വീടുകളും പഞ്ചായത്തിന്റെ ഒപ്പമുള്ളവരുടെയോ കെട്ടിടങ്ങളും എന്ന ആശയമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. എന്നാൽ പൊതുവെ യോഗത്തിലുണ്ടായ ഒരു ചർച്ച, എല്ലായിടത്തും അതുമായി ബന്ധപ്പെട്ട് പരമാവധി കേന്ദ്രങ്ങൾ ഞങ്ങൾ മാർക്ക് ചെയ്തിടാം,
ആർക്ക് എവിടെ വരാൻ വേണ്ടി തോന്നിയാലും അവിടെയെല്ലാം സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു മാനസികാവസ്ഥ പൊതുവെ പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. സാധാരണ നിലയിൽ ക്യാമ്പുകളിലുള്ളവർക്ക് പല വിധത്തിലുള്ള ആശങ്കകൾ ഇപ്പോൾ ഉണ്ട് എന്ന് കേൾക്കാനിടയായിട്ടുണ്ട്. അതിലൊരാശങ്ക, ക്യാമ്പിലില്ലാതെ തിരിച്ചു പോയാൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് നഷ്ടപ്പെടും. ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു വാടക വീട്ടിലേക്ക് മാറിയാൽ സ്ഥിരമായിട്ടുള്ള വീട് ഉണ്ടാക്കാൻ കഴിയുന്ന സംവിധാനം നഷ്ടപ്പെടും. ഇതൊക്കെ ആളുകളുടെ മനസ്സിലൊരു ആശങ്കയായി ഇങ്ങനെ വളരുകയാണ്. ഞങ്ങൾ ചർച്ച ചെയ്തു, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു. അവിടെ പിന്നെ നടത്തുന്ന ഒന്ന്, വാടക വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ 2 മാസത്തെ വാടക കൊടുക്കും, പിന്നെ അങ്ങ് പിന്മാറും, അപ്പൊ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ തുടങ്ങുന്ന ചിലത് ആശങ്കകളാണ്, ചിലത് ഭീതിയാണ്, ചിലത് ഇത്തിരി അങ്ങ് കയറിക്കോട്ടെ എന്ന് കരുതുന്നതുമാണ്. മൂന്നിനോടും ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഒരാളെയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനോ ഒരാളെയും ഈ ഘട്ടത്തിൽ മാറ്റി നിർത്താനോ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതേ ഇല്ല. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് സമഗ്രമായ പുനരധിവാസമാണ്. ക്യാമ്പിൽ വന്നാലും ഇല്ലെങ്കിലും ഈ പറയുന്ന 10, 11, 12 വാർഡുകളിൽ ചൂരൽമലയുമായി ബന്ധപ്പെട്ട ഭീകരമായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട, ഭൂമി നഷ്ടപ്പെട്ട മുഴുവൻ പേരെയും പുനരധിവസിപ്പിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും ഗവൺമെന്റിനില്ല. അത് ക്യാമ്പിൽ വരാത്തതിന്റെ പേരിലോ ക്യാമ്പിൽ നേരത്തിന് രജിസ്റ്റർ ചെയ്യാത്തതിന്റെ പേരിലോ ബന്ധുവീട്ടുകളിലേക്ക് മാറിയതിന്റെ പേരിലോ വന്നു രജിസ്റ്റർ ചെയ്ത് മറ്റു സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് പുറത്തു പോയതിന്റെ പേരിലോ അവരുടെ അവസരം നിഷേധിക്കുന്നതേയില്ല. അർഹത കൃത്യമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് വീടിന്റെ സാധ്യത നോക്കി, വീടുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്ത ആളുകളുണ്ടോ എന്ന് നോക്കി അത് അനലൈസ് ചെയ്യാൻ നമ്മൾ ഇന്ന് ചേർന്ന STMA യോഗത്തിൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ ചർച്ച ആരംഭിച്ച് അത് കൃത്യമായി അർഹതപ്പെട്ട മുഴുവൻ ആർക്കും നൽകും. അതിലാരും പേടിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ പ്രശ്നം, സർക്കാർ വാടക കൊടുക്കുമോ? എന്തിനാണ് അങ്ങനെ സംശയിക്കാനുള്ളത്? വാടക കൊടുക്കും എന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. വാടക നിശ്ചയിക്കും, ആ വാടകയ്ക്കുള്ള വീടുകൾ സംഘടിപ്പിക്കും, ആ വീടുകളുടെ വാടക ഒരാളുടെയും തലയിൽ കെട്ടിവെക്കാതെ കൃത്യമായി കൊടുത്തു തീർക്കുകയും ചെയ്യും. അതിലൊരു പ്രയാസവും ആർക്കും ഉണ്ടാകില്ല, അങ്ങനെ പേടിക്കേണ്ടതുമില്ല. മറ്റൊരു സംഭവം, എങ്ങനെയായിരിക്കും ഇവരുമായി ബന്ധപ്പെട്ട താമസ ക്രമീകരണങ്ങൾ? അതിനും ഒരു കൃത്യതയുണ്ട്. ഞങ്ങളിപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള വാടക വീടുകൾ, സർക്കാരിന്റെ കെട്ടിടങ്ങളാണ്. അത് താൽക്കാലിക പുനരധിവാസത്തിന്റെ ഒന്നാം ഘട്ടമാണ്. അതിന്റെ കാരണം രണ്ടാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഇവിടെയുള്ളവരുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. 2, വളർന്നു വരുന്ന നമ്മുടെ തലമുറയിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ 2 കാരണങ്ങളാൽ ഏറ്റവും പെട്ടെന്ന് എത്ര വാടക വീടുകൾ ലഭ്യമാകും എന്നുള്ളതിനെ സംബന്ധിച്ച് താഴെത്തലം വരെ പോയി അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ആളുകൾ, ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 64 വാടക വീട് എടുത്തു തയ്യാറായ ഒരു സംഘം ബന്ധപ്പെട്ടിരുന്നു. ചില സംഘടനകൾ പറയുന്നു ഞങ്ങൾ ഇത്ര വാടക വീടുകൾ തയ്യാറാക്കി നൽകാം. ഇന്ന് ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തന്നെ പറഞ്ഞു ഒരു വലിയ ശതമാനം വീടുകൾ ഞങ്ങൾ സൗജന്യമായി സംഘടിപ്പിച്ചു തരാം. എന്നാൽ ചിലതിന് വാടക കൊടുക്കേണ്ടി വരും. അങ്ങനെ വാടക കൊടുക്കേണ്ടി വന്നാൽ വാടക കൊടുക്കാൻ ഞങ്ങൾ തയ്യാറ് ആണ് എന്ന നിലപാട് നമ്മളും അറിയിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇത്രയും പേരെ താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വാടക വീടുകൾ സജ്ജമാക്കും. അതോടൊപ്പം ബന്ധുവീടുകളിൽ പോകാൻ കഴിയുന്നവർക്ക്, അതാണ് താല്പര്യം എന്ന് തോന്നുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ നമ്മൾ ഈ സംഭവം നടക്കുന്നതിനിടയിൽ തന്നെ മുട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, മുട്ടിൽ പഞ്ചായത്തിൽ 13 അംഗങ്ങളുള്ള ഒരു കുടുംബം ഇതിനകം സൗജന്യമായി പഞ്ചായത്തുകാർ തയ്യാറാക്കി കൊടുത്ത് വാടക വീട്ടിൽ താമസം ആരംഭിച്ചു. അവരിവിടെ പേര് രജിസ്റ്റർ ചെയ്ത് അവിടെ ഒരു വാടക വീട് കിട്ടുമെന്നറിഞ്ഞപ്പോൾ 13 പേർ അവിടേക്ക് മാറി താമസിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ വരുന്ന വിധത്തിലുള്ള താമസങ്ങൾ ഉൾപ്പെടെ ആദ്യഘട്ട പുനരധിവാസത്തിന്റെ ഭാഗമായി വാടക വീടുകളിലേക്ക് തന്നെയാണ്. അതോടൊപ്പം കുറച്ചുകാലം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടി വന്നാൽ ആ ഘട്ടത്തിൽ ട്രാൻസിസ്റ്റ് ഹൗസ് എന്ന ആശയത്തിലേക്ക് നമുക്ക് പോകാനാകുമോ? കോമണായ ഒരു സ്ഥലം സംഘടിപ്പിച്ച് പ്രീ ഫാബ് വർക്കിന്റെ, ഇന്നലെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ പ്രീ ഫാബ് വർക്കിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി അധികകാലം ടൗൺഷിപ്പിലേക്ക് കടക്കുന്നത് വരെ താമസിക്കാൻ കഴിയുന്ന പുനരധിവാസം സാധ്യമാണോ? അതും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിലുള്ള അനാഥത്വത്തിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടതില്ല.
നേരത്തെ ഉണ്ടായ ചില ദുരന്തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വിധത്തിൽ ഭീതിപ്പിക്കപ്പെടേണ്ടി വരുമെന്ന പേടി ഉണ്ടാകേണ്ട കാര്യമില്ല. വാടക കൊടുക്കാതെ നിങ്ങളെ തള്ളിവിടുമെന്ന പ്രയാസം വേണ്ട. ഇതെല്ലാം സർക്കാരിനൊരു പൊതു ഗ്യാരണ്ടി ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നിങ്ങളെല്ലാം ഉൾപ്പെടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള യോഗമായിരുന്നു ഇന്ന് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടക്കാനിടയായത് എന്നുകൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി ഈ ദുരന്തത്തെ മാറ്റണം എന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു. ദേശീയ ദുരന്തം എന്ന് പറഞ്ഞാൽ L3 വിഭാഗത്തിൽ പെടണം. L0, L1, L2, L3 എന്ന DM ആക്ടിലെ നിർവചനങ്ങളിൽ L3 വിഭാഗത്തിൽപ്പെട്ട ദുരന്തമായി ഇതിനെ മാറ്റണം എന്ന ആവശ്യം, ദേശീയ ദുരന്തം എന്ന വിലത്തിൽ കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ 9 രാവിലെ മുതൽ ഒരു ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ഇവിടെ വന്ന് ഈ ദുരന്തത്തെ നേരിട്ട് പഠിക്കാൻ എത്തിച്ചേരുന്നുണ്ട് എന്ന വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവർ നാളെയോടുകൂടി തിരുവനന്തപുരത്തെത്തി നാളെ വൈകുന്നേരം കോഴിക്കോട് ഫുൾ ടീമായി വന്ന് കയറി മറ്റന്നാൾ എയർലിഫ്റ്റിങ്ങിൽ ഹെലികോപ്റ്ററിൽ ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ കാണുകയും സന്ദർശിക്കുകയും ചെയ്ത് പോകാനുള്ള ഒരു പരിപാടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തീരുമാനമൊക്കെ എടുക്കേണ്ടവരാണ്, പക്ഷെ നമ്മുടെ ആവശ്യം അനുസരിച്ച് അവർ ആ കാര്യങ്ങൾ തുടർച്ചയായി STMയുമായി കമ്മ്യൂണിക്കേഷൻ നടത്തി ആവശ്യമായ മുഴുവൻ വിവരങ്ങളും കേരളം അവർക്ക് നൽകി കഴിഞ്ഞു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ നോക്കാം എന്നവർ തീരുമാനമെടുത്തു. നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇന്ന് പ്രത്യേകമായ ചില കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി യോഗം ചേർന്നിരുന്നു. നമ്മുടെ ഈ ഭൂമി, ഈ പ്രദേശം ഉണ്ടായിട്ടുള്ള ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, അട്ടാമല ഒക്കെ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കൂടി സൂക്ഷ്മതലത്തിൽ പഠിക്കുന്നതിന് വേണ്ടി കേരളം തന്നെ ഒരു ഉന്നതതല സംഘത്തെ, മറ്റത് നമ്മുടെ ദുരന്തം കാണാനും വിലയിരുത്താനും വരുന്നതാണ്, ഇത് ഭൂമിയുടെ തുടരാവസ്ഥകളും അവിടുത്തെ സാധ്യതകളും സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി ഒരു ഉന്നതതല സമിതി, ഒരു സംഘം, വിദഗ്ധ സംഘം ഇവിടെ വന്ന് ഉടൻ അന്വേഷണം നടത്തും. 4 വിഭാഗങ്ങളുടെ പ്രതിനിധികളാണ് അതിലുണ്ടാവുക. ഒന്ന് ജിയോളജിസ്റ്റ് ഉണ്ടാകും, ഹൈഡ്രോളജി വിഭാഗത്തിൽ, ജിയോളജി വിഭാഗത്തിൽ ഹസാർഡ് അനലിസ്റ്റുമാർ, അതുപോലെ തന്നെ സോയിൽ കൺസർവേറ്ററിന്റെ ഭാഗമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, ഇവർ അടങ്ങുന്ന ഒരു സംഘം കേരളത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ പഠിച്ച് ഭൂമിയുടെ കിടപ്പും സ്വഭാവവും ഒക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരും എന്നും നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറയുമ്പോൾ 152 പേരായിരുന്നു ഇവിടെ. ഇന്നലെ നമ്മുടെ ഏതോ ഒരു ചർച്ചയിലുണ്ടായതായി ഞങ്ങളോട് പറഞ്ഞു, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ചർച്ചയിലുണ്ടായതായി പറഞ്ഞു. മിസ്സിങ്ങിനെ സംബന്ധിച്ച് കണക്കുകളൊന്നും ഇപ്പോഴും വ്യക്തമല്ല. അങ്ങനെ ഒരു അഭിപ്രായമേ ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ കയ്യിൽ കിട്ടിയ കണക്ക് 200 ചില്ലുവാനായിരുന്നു. അത് കുറഞ്ഞ് ഇന്നലെ പ്രസിദ്ധീകരിക്കുമ്പോൾ 152 മാറി. ഇന്നത് 138 കുറഞ്ഞു. അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ കയ്യിൽ കണക്കില്ല എന്നല്ല, നമ്മുടെ കയ്യിൽ കണക്കില്ല എന്നല്ല. അങ്ങനെ ഒരു കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ ആ കരട് പട്ടികയിൽപ്പെട്ട ചില ആളുകൾ ചില കേന്ദ്രങ്ങളിൽ കണ്ടെത്തുകയും കാണുകയും അറിയിക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോൾ ഒരു 14 കൂടി അതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 138 നിൽക്കുന്നത്. ഞങ്ങളിപ്പോഴും പ്രതീക്ഷയിലാണ്. 2 തരത്തിലാണ് ആ പ്രതീക്ഷ. അത് നമുക്ക് ആളുകളുടെ എണ്ണത്തെ ഇനിയും നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടി കഴിയും. അതിൽ ഒന്ന്, ഈ DNA ടെസ്റ്റിന്റെ ഫലം ഇപ്പോൾ വരും. അതോടൊപ്പം തന്നെ ബ്ലഡ് സാമ്പിളുകൾ എടുക്കുന്നതിൽ നല്ല പുരോഗതി ഉണ്ടായിരിക്കുകയാണ്. സാധാരണ നിലയിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയവരുടെ മുഴുവൻ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവർ പൂർണ്ണമായി വന്ന് ഞങ്ങളുമായി സഹകരിച്ച് രക്തസാമ്പിളുകൾ നൽകണം എന്ന് പറഞ്ഞിട്ടും ആദ്യഘട്ടത്തിൽ പുരോഗതി ഉണ്ടായില്ല. പിന്നീട് ഓരോരുത്തരെയും വിളിച്ച്, പ്രത്യേകമായ ഒരു ടീമിനെ നിർത്തി ഓരോരുത്തരെയും വിളിച്ച് നിർബന്ധമായും നിങ്ങളുടെ രക്തസാമ്പിൾ തന്നേ മതിയാകൂ, കാരണം ഇതൊരു തിരിച്ചറിവിന് വേണ്ടിയാണ് എന്നറിയിച്ചു. ആളുകളുടെ മുമ്പിലുള്ള പ്രശ്നം ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ക്യാൻസർ ഡിറ്റക്ഷനൊക്കെ ക്യാമ്പ് നടത്തുമ്പോൾ ആ വഴിയിലൂടെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ വഴിമാറിപ്പോകും. കാരണം ഇനി എങ്ങാനും അങ്ങ് വിട്ടുപോയാലോ എന്ന പേടിയുണ്ട്. അതുകൊണ്ട് മനസ്സിൽ ഇവരോടുള്ള കടുത്ത സ്നേഹം കൊണ്ട് ഇനി അങ്ങനെ ഒന്ന് കേൾക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് ബ്ലഡ് കൊടുക്കാതെ ഇരിക്കുന്ന വിധത്തിലുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റി ആളുകളോട് നിർബന്ധപൂർവം എന്ന് പറഞ്ഞാൽ സ്നേഹനിർബന്ധപൂർവം ഞങ്ങൾ നിർബന്ധിച്ച് ബ്ലഡ് എടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൂടി മാച്ച് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടി എണ്ണത്തിലെ കുറവുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു കരുതുന്നത്. കാരണം ഇതിലെടുക്കുന്ന ആരുടെയെങ്കിലും ഒക്കെ ബന്ധുക്കളുടെ, അല്ലെങ്കിൽ ഇത്രയേറെ ഇപ്പൊ തന്നെ നമ്മുടെ കണക്ക് പ്രകാരം ബോഡി പാർട്സ് ടോട്ടലായി 192 നമ്മൾ കണ്ടെത്തി കഴിഞ്ഞല്ലോ. ഇന്ന് മറവ് ചെയ്ത ഇതിന് പുറമെ ഇനി വരാനിരിക്കുന്നത് കൂടി കൂട്ടിയാൽ കുറച്ചുകൂടി എണ്ണം വർദ്ധിക്കും. ഇപ്പോൾ ഇന്ന് കിട്ടി ഈ കൂട്ടത്തിൽ കൂടേണ്ട. അപ്പം അതുകൂടി വരുമ്പോൾ
കുറച്ചെണ്ണം കൂടി വർദ്ധിക്കും. അപ്പോൾ ആ ഇനത്തിലും നമുക്ക് ഒരു ചെറിയ കുറവുണ്ടാകും. എണ്ണങ്ങളുടെ കാര്യത്തിൽ പരമാവധി ഇപ്പോൾ കാര്യങ്ങൾ കൃത്യതയോടുകൂടി നമ്മുടെ കണക്കുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുകയാണ്. പ്രയാസങ്ങളും അവ്യക്തതകളും ഒന്നുമില്ല. ഏത് തീരുമാനമെടുക്കാനും അതിവേഗം മന്ത്രിമാരടക്കം ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള വലിയ സംഘം എന്താണ് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉപസമിതി അതിൻ്റെ പ്രവർത്തനം തുടരണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഉപസമിതിയുടെ പ്രവർത്തനം കുറച്ചുകൂടി കാലത്തേക്ക് തുടരേണ്ടി വരും എന്ന് തന്നെയാണ് പൊതുവിൽ ആലോചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ചെയ്യാൻ കേരളത്തിന് കയ്യിൽ സാമ്പത്തികമായ പ്രയാസമുണ്ട്. മറ്റൊന്ന്, ഇപ്പം PMO CMOനെ അറിയിച്ചു കഴിഞ്ഞു, പ്രധാനമന്ത്രി ശനിയാഴ്ച വരുന്നു എന്നുള്ളത് ഇപ്പോഴും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു. ഇതിനെങ്ങനെയാണ് മന്ത്രിസഭാ ഉപസമിതി കാണുന്നത്? പ്രധാനമന്ത്രി ശനിയാഴ്ച വരുന്നു. അല്ല, എല്ലാവരും വരണം, പരമാവധി സഹായങ്ങൾ ലഭ്യമാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞത്, അതായത് ഈ L3 ബാച്ചിൽപ്പെട്ട ഡിസാസ്റ്റർ ഓഫ് സീവിയർ നാച്ചർ എന്ന വിഭാഗത്തിൽ പെടുത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ഈ ദുരന്തത്തിൽ പെട്ടുപോയ ആളുകൾക്ക് കൂടുതൽ സഹായങ്ങൾ കിട്ടാനും ദുരന്തത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെടുന്ന ഒരു പുതിയ ടൗൺഷിപ്പ് എന്ന ആശയം കുറച്ചുകൂടി സമൂർത്തമാക്കാനും വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, പ്രധാനമന്ത്രി വരട്ടെ, ഇതൊക്കെ കാണട്ടെ. ഈ സാധാരണ കാണുന്നതിനേക്കാൾ ഇവിടെ വന്ന് കാണുന്നത് കൂടുതൽ കരളലിയിക്കുന്ന രംഗങ്ങൾ അവർക്കൊക്കെ മനസ്സിലുണ്ടാകുന്നതിന് ഇട നൽകും. അപ്പം ഇതിന്റെ ഗൗരവം കൂടുതൽ മനസ്സിലാകും, അർത്ഥത്തിലുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതില് പ്രധാനമന്ത്രി ഇവിടേക്ക് വരുന്നു എന്ന് ഔദ്യോഗികമായിട്ട് വിവരം കിട്ടില്ല. ഇപ്പൊ വന്നു എന്നാണ് പറയുന്നത്. എന്തായാലും വരികയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പ്രധാനമന്ത്രി വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. നേരത്തെ കേന്ദ്രമന്ത്രി ഇവിടെ വന്നിരുന്നു, മറ്റു പലരും വന്നിരുന്നു. ഇതിലും കാഷ്വാലിറ്റി കുറവുള്ള, ഇതിലും മരണം കുറവുള്ള, കാഷ്വാലിറ്റി കുറവുള്ള ദുരന്തങ്ങളെ, മറ്റു സംസ്ഥാനങ്ങളിൽ നടന്ന ദുരന്തങ്ങളെ ദേശീയ ദുരന്തങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഫണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും കുറവ് കാഷ്വാലിറ്റി ഉണ്ടായ മറ്റു സംസ്ഥാനങ്ങളിലെ ദുരന്തങ്ങൾക്ക് നൽകിയ ഫണ്ടെങ്കിലും കേരളത്തിന് ലഭിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി വരുന്നതിൽ വളരെ നല്ല കാര്യം. അദ്ദേഹം വന്ന് ഈ കാര്യങ്ങൾ കൂടി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ബോഡി പാർട്ടുകൾ മുഴുവൻ DNA ടെസ്റ്റിന് വിധേയമായിട്ടുണ്ട്. റിസൾട്ട് ഒരു ദിവസം കൂടി നമുക്ക് കാത്തിരുന്നാൽ റിസൾട്ട് കിട്ടും. അതിന്റെ റിസൾട്ട് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, ഈ രക്തസാമ്പിളുകളുമായി താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ മാച്ചിങ് നടത്തിയാൽ മാത്രമേ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഗുണഫലങ്ങൾ നമുക്ക് ലഭ്യമാകൂ. അല്ല, പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അതിലും മിസ്സിംഗ് ആയ ആളുകൾ ഉള്ളവരുടെ രക്തസാമ്പിളുകൾ എടുക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അപ്പോൾ സാധാരണ ക്യാമ്പിൽ എടുക്കുന്നത് പോലെ എടുക്കാനാകില്ല. കുറച്ച് ഒരു പ്രയാസമൊക്കെ അവർക്കുണ്ടാകും. അത് ആ അർത്ഥത്തിൽ തന്നെ കൈകാര്യം ചെയ്ത് രക്തസാമ്പിൾ എടുത്തേ മതിയാകും, അല്ലെങ്കിൽ നമുക്ക് ഇതങ്ങ് തീർത്ത് ബോധ്യപ്പെട്ട് പോകാനാകില്ല. നമുക്കപ്പോൾ ആ രക്തസാമ്പിളുകളും ഇതും കൂടിയിട്ടുള്ള മാച്ചിങ് കൂടി കഴിയുന്നതോടുകൂടിയാണ് ഒരു കൃത്യ നമ്പർ ആവുള്ളൂ. അതുകൊണ്ട് പരമാവധി പേരെ എന്നല്ല, മുഴുവൻ പേരെയും രക്തസാമ്പിളിങ്ങിന് വിധേയമാക്കാൻ ആക്കിയേ മതിയാകും. ഏതാ? അല്ല, നമുക്ക് അങ്ങനെ വിവരം കിട്ടിയിട്ടില്ല. ഇപ്പോ വരുമെന്നതിനെ കുറിച്ച് ചില സൂചനകൾ ഉണ്ടായിരുന്നു. കൺഫേംഡ് ആയി നമുക്കൊരു വിവരവും ലഭ്യമായി. ഇപ്പൊ പറഞ്ഞ വിവരം നമുക്കുള്ളൂ. പറഞ്ഞിട്ടുണ്ടാവും, അറിയിച്ചിട്ടുണ്ട്. ഏതാ? സ്പെഷ്യൽ ബ്രാഞ്ച് കൂടി ഈ കാര്യത്തിൽ അന്വേഷണം നടത്തി വരുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് കൂടി ഈ പേരുകൾ വെച്ച് അന്വേഷണം നടത്തി വരുന്നുണ്ട്. അപ്പോൾ പലരെയും പലയിടങ്ങളിൽ നിന്ന് കണ്ടുകിട്ടിയതുണ്ട്. ചിലത് പിന്നീട് ബോഡി തിരിച്ചറിഞ്ഞ് അറിഞ്ഞ് മാറ്റി നിന്നവരുണ്ട്. അപ്പോൾ അവരാ വിവരം വെളിപ്പെടുത്തി. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ മിസ്സിംഗ് ആയിട്ടായിരുന്നു കിടക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ ബോഡി തിരിച്ചറിഞ്ഞതാണ്, ഞങ്ങൾ പിന്നെ ആ വിധത്തിൽ കണ്ടതാണ്. ഇങ്ങനെയുള്ള രണ്ടും കൂടിയിട്ടുള്ള അറിവുകൾ കൊണ്ടാണ് 14 കുറഞ്ഞത്. കുറച്ചുകൂടി കുറയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആളുകൾ ഈ ലിസ്റ്റ് കണ്ടുവരുന്നേ ഉള്ളൂ. മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചു എന്ന വാർത്ത കൊടുത്തതോടുകൂടി ധാരാളം വിളികൾ വരുന്നുണ്ട്, ധാരാളം പോയിന്റുകളിൽ അന്വേഷണം വരുന്നുണ്ട്. ക്യാമ്പുകളിലേക്കൊക്കെ ഞങ്ങൾ ഈ ലിസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ യോഗത്തിന് ശേഷം കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കൂടി കഴിയുന്നതോടുകൂടി കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത് നടത്താൻ കഴിയില്ല. ഏതെങ്കിലും ഒരു കണ്ണി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അത് നടത്താൻ കഴിയും.
വലിയല്ല, അത് ലിസ്റ്റിൽ നിന്ന് പോയി, മിസ്സിംഗിൽ നിന്ന് പോയി. പിന്നെ തുടർ പ്രസിദ്ധീകരിക്കും. ആ പട്ടിക, ആ പേരുകൾ ഒഴിവാക്കി പുതുക്കിയ പട്ടിക വരും. അല്ല, അത് ഒന്ന് ചർച്ച ആരംഭിക്കാൻ പോകുന്നതാണ്. മുഖ്യമന്ത്രി ഒരു ആശയമാണ് വെച്ചിട്ട്, ഒരാഴ്ചയല്ലേ കഴിഞ്ഞുള്ളൂ. നമ്മൾ ഈ നടപടിക്രമങ്ങളെ ഒന്ന്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നിങ്ങളുടെയൊക്കെ മുഖം കണ്ടാലും നമുക്ക് മനസ്സിലാവും എത്ര ദിവസത്തെ കഠിനാധ്വാനത്തിന്റെ ബലമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഉറങ്ങിയ സമയങ്ങൾ എത്ര കുറവാണ്. അപ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്ക് ആകില്ല. എന്തായാലും ആദ്യഘട്ടം വേണ്ടത് സ്ഥലം കണ്ടെത്തലാണ്. അതിനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു. റവന്യൂ വകുപ്പ് അതുമായി ബന്ധപ്പെട്ടു വയനാട് ജില്ലയിൽ അതിനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ദയവായി ഇനി ഓരോ മിനിറ്റിലും കാണുമ്പോൾ സ്ഥലം എവിടെയാണ്, കണ്ടെത്തിയ സ്ഥലത്തിന്റെ സൂചന തരാമോ, ക്ലൂ തരാമോ എന്നും ചോദിക്കണ്ട. ഇതൊന്നും രഹസ്യമല്ല, ഞങ്ങൾ അന്വേഷിക്കുന്നു. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥലം കിട്ടും. ഏറ്റവും അറിയിക്കേണ്ട സമയത്ത് ആ കാര്യം ബന്ധപ്പെട്ടവരെല്ലാം അറിയിക്കുകയും ചെയ്യും. കഴിഞ്ഞ 2 ദിവസമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ, പ്രദേശത്തെ എന്തെങ്കിലും. അങ്ങനെ ഒരു വാർത്താക്ഷാമം നമുക്കിപ്പോൾ ഇല്ല. ധാരാളമായ വിവരങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ് വേലാണ് നമ്മുടെ പോക്ക് എന്ന് മാത്രം കരുതിയാൽ മതി. അതിന് ഒക്കെ പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന സംഭാവനകൾ ഉൾപ്പെടെ പ്രത്യേകമായി കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ ജോയിന്റ് കമ്മീഷണർ, നേരത്തെ വയനാട് കളക്ടറുമായിരുന്ന ഗീത AS പ്രത്യേകമായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരും ഈ കാര്യം നിയന്ത്രിക്കുന്നുണ്ട്. ഇവിടത്തെ ഒരു പ്രത്യേകത, എല്ലാം സൈമിൾട്ടേനിയസ് ആയി പോകാൻ കഴിയുന്ന വിധത്തിൽ ഓരോ ചെറിയ കാര്യത്തിലും ക്യാമ്പുകൾക്ക് ആളുണ്ട്, അവിടെ നടക്കുന്ന അന്വേഷണങ്ങൾക്ക് ആളുണ്ട്, അവിടുത്തെ രജിസ്ട്രേഷൻ ആളുണ്ട്, ഭക്ഷണം കൊടുക്കുന്നതിന് ആളുണ്ട്. ഇങ്ങനെ ഓരോ ചെറു കാര്യങ്ങൾക്കും വളരെ ഉന്നതരും വളരെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പാതിരാത്രി കഴിഞ്ഞിട്ടും അവരുടെ സാന്നിധ്യം ഈ കളക്ടറേറ്റിൽ കാണുന്നുണ്ട്. അത്രയും കർമ്മ നിരതരാണ്. അതുകൊണ്ട് ഒരു ഗ്യാപ്പും ഉണ്ടാകില്ല. കേന്ദ്ര പരിസ്ഥിതി നമ്മളെ നേരത്തെ CMO മിനിസ്റ്റേഴ്സ് എല്ലാം മറുപടി കൊടുത്തതാണ്. വീണ്ടും രാജ്യസഭയിൽ അത് ആവർത്തിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ അനധികൃത കാര്യങ്ങളും കുടിയേറ്റവും തന്നെയാണ് കാരണം പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അതാണ് കേരളത്തിന്റെ നിലപാട്. ഒരു നിലപാടാണ് കേരളം അറിയിക്കുക. ആ നിലപാട് കേരളം അറിയിച്ചു കഴിഞ്ഞു. പിന്നെ ആത്മാഭിമാനം അവരവർക്കാണ് ഉണ്ടാകേണ്ടത്. പറയുന്നത് ശരിയാണോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതും അവരവരാണ്. കേരളത്തിന്റെ നിലപാടാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ആ നിലപാട് വ്യക്തമാക്കിയിട്ടും ഇത് തന്നെ പണിയായിട്ട് ഒരാൾ ഇറങ്ങിയാൽ എന്താ ഉണ്ടാവുക? അത് കേരളത്തിലെ ജനങ്ങൾ പറയുമായിരിക്കും. ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ അതിൽ നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയേക്കാൾ പിന്നെ കൂടുതൽ നമുക്കെന്ത് പറയാനുള്ളത്? ഈ ഘട്ടത്തിൽ ഞങ്ങളൊരു തർക്കത്തിനില്ല. ഈ ഘട്ടത്തിൽ ഒരു തർക്കത്തിനും ഞങ്ങളില്ല. ഈ ഘട്ടത്തിൽ പറയേണ്ടത് മാത്രം മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങൾ തർക്കിക്കാനല്ല. സംസ്ഥാന സർക്കാരിനെ ഈ വിഷയത്തിൽ ആർക്ക് വേണമെങ്കിലും ഏത് നിലയിലും കുറ്റപ്പെടുത്താനും ആക്രമിക്കാനും എല്ലാ നിലയിലും ആക്രമിക്കാനും തയ്യാറാവുന്നതിൽ ഒരു കുഴപ്പമില്ല, ചെയ്തോട്ടെ. പക്ഷേ അതേ അർത്ഥത്തിൽ തിരിച്ചു പറയാൻ എന്തായാലും ഇപ്പൊ ഞങ്ങളില്ല. നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യം നമുക്കൊക്കെ അറിയാം. ഇവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് അറിയാം. ഈ ഒരു ദുരന്തത്തിൽ നിന്നും എങ്ങനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനാകുമോ, അതിനാരെയൊക്കെ കൈകോർത്ത് മുന്നോട്ട് പോകാനാകുമോ എന്നുള്ളതാണ് ഞങ്ങൾ 4 പേരും മന്ത്രിസഭ ചുമതലപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനെ എങ്ങനെ വേണമെങ്കിലും അടിച്ചോട്ടെ, ഞങ്ങളെ അടിച്ചോട്ടെ, വ്യക്തിപരമായിട്ട് അടിയൊക്കെ കൊള്ളാൻ തയ്യാറാണ്. അത് സമചിത്തതയോടുകൂടി എല്ലാ അടിയും കൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. ബാക്കിയെല്ലാം ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ആരെങ്കിലും കുറ്റപ്പെടുത്തി ഈ പ്രയാസം അനുഭവിക്കുന്നവരുടെ ആത്മവിശ്വാസം കുറക്കുന്ന ഒരു നിലപാട് ആരും കൈക്കൊള്ളരുതെന്നാണ്. അതാണ് ഞങ്ങളുടെ സമീപനം. ഇതിൽ വേറൊരു വിഷയം, ഇപ്പൊ പൊതുമരാമത്ത് വകുപ്പിന്റെ ക്വാർട്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ ക്വാർട്ടേഴ്സ് എത്രയും വേഗം സജ്ജമാക്കുന്ന കാര്യത്തിന്റെ ഭാഗമായി ഞങ്ങൾ തന്നെ നാളെ അതിന്റെ പ്രവൃത്തി നടക്കുന്നിടങ്ങളിൽ പോകുന്നുണ്ട്, കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ക്യാമ്പിലെ കാര്യം പറഞ്ഞു. ക്യാമ്പിലെ ഫേക്ക് ന്യൂസുകൾ ചിലതിങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പൊ യഥാർത്ഥ വിവരങ്ങൾ നൽകാൻ എങ്ങനെ പറ്റുമെന്നുള്ളത് ഞങ്ങൾ പൊതുവെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ പലരും ഈ സോഷ്യൽ മീഡിയയും മറ്റുമാണ് നോക്കുന്നത്. ചിലർ മർമറിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതല്ലാതെ യഥാർത്ഥ വിവരങ്ങൾ അവരെ എങ്ങനെ എത്തിക്കാനാകുമെന്നുള്ളത് ജില്ലാ കളക്ടർ ഒന്ന് പരിശോധിച്ച് ഞങ്ങൾ അധികം വൈകാതെ തന്നെ അതിനുള്ള സംവിധാനം കൂടി ഒരുക്കുന്നതായിരിക്കും. സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണകൂടവും ഒക്കെ തന്നെ, ജില്ലാ ഭരണകൂടം ഒക്കെ തന്നെ ഈ വിഷയങ്ങളിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും തീരുമാനിച്ച കാര്യങ്ങളും ശരിയായ അർത്ഥത്തിൽ ക്യാമ്പിലുള്ളവരിലും എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
അത് നിങ്ങളിൽ ചിലരും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ചില കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ നമുക്ക് ഒരുക്കാവുന്നതാണ്. ഷാന, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഇത് പറഞ്ഞതാണ്, ഇപ്പോഴും പറയാൻ ശ്രമിച്ചതാണ്. 136 കൗൺസിലർമാരെയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ഇതിനു വേണ്ടി നിയമിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി എണ്ണം കൂട്ടി. ഞങ്ങളത് ഇന്ന് വിലയിരുത്തിയിരുന്നു. ഞങ്ങൾ 2 ഘട്ടത്തിൽ കൗൺസിലർമാരെ നേരിട്ട് വിളിച്ച് ഞങ്ങൾ മന്ത്രിതല ഉപസമിതി നിരീക്ഷണം അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു. ഇന്ന് ക്യാമ്പ് ലീഡേഴ്സിനെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ രീതിയിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി സീവിയറായ കേസുകൾ വന്നിരിക്കുന്നു എന്ന് കാണുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കൗൺസിലർമാരെക്കാൾ മുതിർന്ന വിധത്തിലുള്ള ചില സംവിധാനങ്ങൾ ചില ആളുകൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യണം എന്ന് കരുതിയിട്ടുണ്ട്. അത് കൃത്യമായി അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. ഓരോ ദിവസവും കൃത്യമായി അത് നടത്തി 3669 അറ്റംപ്റ്റ് ഇതിനകം ഈ 5 ദിവസങ്ങളിലായി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ പ്രത്യേകമായ പരിശോധന വേണ്ട ആളുകൾ ഇന്നും 508 പേരെ പ്രത്യേകമായി കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പ്രത്യേകമായ കൗൺസിലിംഗ് വേണ്ട ആളുകൾക്ക് പറ്റുന്ന വിധത്തിലുള്ള വിദഗ്ധർ നാളെ മുതൽ ഉന്നത തലത്തിലുള്ള ആളുകൾ, ട്രെയിനിങ് കൊടുത്ത ആളുകൾ തന്നെ നേരിട്ട് വന്ന് നല്ല ട്രെയിനിങ് ചില ന്യൂ ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലെ വിദഗ്ധരായ ആളുകൾ വന്ന് ഇവർക്ക് കൊടുത്തിരുന്നു. ഇനി അവരെ തന്നെ നേരിട്ട് കൊണ്ടുവന്ന് ഇത്തരം കേസുകൾ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം സംവിധാനങ്ങൾ രാജ്യത്തുള്ള എല്ലാവരുമായി കൈകോർത്ത് സ്പെഷ്യലൈസ്ഡ് ആളുകളെ, ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇനിയിപ്പോൾ നമ്മൾ റിക്കവറിയുടെ ഘട്ടം കഴിഞ്ഞു. ഇനി ഇവരെ മാനസികമായിട്ട് ഒരുക്കിയെടുത്ത് മനുഷ്യനായി ജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യത്തെയോ 3ാമത്തെയോ ദിവസം പത്രമാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, കുട്ടിയുടെ ഫോട്ടോ മരിച്ചതായി കാണിച്ച് പ്രദർശിപ്പിക്കുന്നത് കണ്ട് മുകളിൽ നിന്ന് ചാടാൻ ഒരു അമ്മ മാനസികമായി ഒരുങ്ങി എന്ന് പോലും കൗൺസിലർമാർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, മക്കളുടെ പടം ഇനി ഒരു കാരണവശാലും കൊടുക്കരുത് ഏതെങ്കിലും വിധത്തിൽ. ആദ്യഘട്ടത്തിൽ TV വേണമെന്ന് പറഞ്ഞപ്പോഴും ചെറിയൊരു പ്രയാസം ഉണ്ടായത് ആ പ്രശ്നങ്ങളാണ്. കാരണം ഇതിങ്ങനെ തുടർച്ചയായി വേറെ ചില സംവിധാനമാണ് ആലോചിക്കുന്നത് യഥാർത്ഥ ഇൻഫർമേഷൻ എത്തിക്കാൻ. അതെ. അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് അതിന്റെ ഒരു പ്രയാസം വരണ്ട എന്ന് കരുതിയിട്ട് ഉള്ളൊരു ഒരുക്കം കൂടി നടത്തിയിരുന്നു. കാരണം എപ്പോഴും ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന വീടുകളിൽ നിന്ന് നമ്മുടെ അമ്മമാർ തന്നെ പറഞ്ഞ് നമ്മളോട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളത്. അല്ല, വളരെ നിങ്ങള് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. ഞങ്ങളുടെ സമിതി അത് വളരെ ഗൗരവത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ നിലവിലുള്ള സംവിധാനത്തിന് പുറമെ ഈ മേഖലയിലെ ഏറ്റവും വലിയ എക്സ്പേർട്സ് ആര് സഹകരിക്കാൻ തയ്യാറായാലും ഞങ്ങൾ എല്ലാ നിലയിലും അവരെയൊക്കെ യോജിപ്പിച്ച് ആ സംവിധാനം കൊണ്ടുവരും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഞാൻ അതിന്റെ നേരത്തെ പറഞ്ഞ വശം നമുക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുക അവർക്ക് മെന്റൽ സ്ട്രെങ്ത് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മെന്റൽ സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റുന്ന നിലയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി അവരെ അറിയിക്കുക. അവർക്കൊപ്പം എല്ലാവരും ഉണ്ട്. സർക്കാർ സംവിധാനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വ്യക്തികളും എല്ലാവരും ഉണ്ട്, ഇതിൽ മറ്റൊരു ഭിന്നിപ്പില്ല എന്നുള്ള ഒരു മെസ്സേജ് തന്നെ കൊടുക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ മെന്റൽ സ്ട്രെങ്ത്തിന് അത് ഉപകരിക്കും. ആ നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് യോജിപ്പിക്കാവുന്ന ഈ മേഖലയിലെ എല്ലാ എക്സ്പേർട്സിനെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അതിന് പ്രസക്തിയുണ്ട് എന്ന് കരുതി പറയാണ്. മിനിയാന്ന് ലോക്സഭ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി മറികടക്കാനാണ്. എന്താണ് ആ നിയമം? മണ്ണെടുക്കുന്നതിനും കോറികൾ നിർമ്മിക്കുന്നതിനും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമില്ല എന്നാണ് പുതിയ ഭേദഗതി. ആ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനയെക്കുറിച്ച് മാധ്യമങ്ങൾ വിലയിരുത്തുമെന്ന് ഞാൻ പറയുന്നു. ഒരു സംശയവും വേണ്ട. വെറുതെ വാടക വീടെടുത്ത ആളുകളെ അങ്ങോട്ട് വിടുവോ? എല്ലാ സൗകര്യങ്ങളും കൂടി അവരെ വിടുക. പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്ന എന്താണ് എന്ന് പറയാൻ പറ്റില്ല. പുതിയ നിലയ്ക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് റേഷൻ കാർഡ് പറഞ്ഞു.
അല്ല, അതിന് പറ്റിയ നിലയിൽ നമ്മൾ ആലോചിക്കും. അതിന് പറ്റിയ നില, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബന്ധുവീടുകളിൽ വിടാൻ ആളുണ്ടോ, ആ വിധത്തിൽ ആലോചിക്കും. കൂട്ടായി താമസിക്കേണ്ട ആളുകളുണ്ടോ, ആ വിധത്തിൽ ആലോചിക്കും. ഇപ്പൊ അങ്ങനെ കുറെ കേസുകൾ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ യോഗം ചേർന്നപ്പോ അങ്ങനെ വരുന്ന വിവാഹം ഉറപ്പിച്ചിട്ട് ഒരു കുട്ടി മാത്രമായി പോയ സ്ഥലത്ത് അവരിപ്പോ ആലോചിക്കുന്നു കൊണ്ടുവരാൻ പറ്റുമോ എന്നാലോചിക്കുന്നു, നടപടിക്രമങ്ങൾ വേഗതയിലാക്കി. അങ്ങനെയൊക്കെ ഒരുപാട് ട്വിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് വളരെ കൃത്യതയോടെ കൗൺസിലർമാർ തന്നെ നോക്കി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇവർ അയക്കൂ. എന്ന് മാത്രമല്ല, സാധാരണ ക്യാമ്പിനാണ് ലീഡർമാര്. ഇപ്പോ ഞങ്ങള് ക്യാമ്പ് വിട്ടുപോകുന്നവർക്കും ചുമതലക്കാരെ തീരുമാനിക്കാം. ഇപ്പോ 16 ക്യാമ്പുകളിൽ 16 ക്യാമ്പിന്റെ KS ഉൾപ്പെടെയുള്ള ചുമതലക്കാരുണ്ട്. 16 ക്യാമ്പിൽ നിന്നും ഇനി ഓരോരുത്തരായി പോയി തുടങ്ങുമ്പോൾ പുറത്തേക്ക് പോയവർക്ക് വേണ്ടി ഒരു പുതിയ ചുമതലക്കാരൻ രൂപപ്പെടും. അവര് നിരന്തരമായി ഇവരെ ബന്ധപ്പെടാനും സ്ഥലത്തുണ്ടോ എന്ന് നോക്കാനും, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അവർക്ക് മാനസികമായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ ഇവരെ ക്യാമ്പിൽ നിന്ന് വാടക വീട്ടിലേക്ക് അങ്ങ് വിട്ടാൽ, ബന്ധു വീട്ടിലേക്ക് അങ്ങ് വിട്ടാൽ ചുമതല തീരുകയല്ല. അവർക്ക് വേണ്ടി പ്രത്യേക ചുമതലക്കാരും തുടർച്ചയായിട്ടുള്ള കൗൺസിലിങ്ങും, അത് എത്ര കാലം പോകേണ്ടി വന്നാലും അതിന് സന്നദ്ധമായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇന്നത്തെ ഈ പഞ്ചായത്ത് ഭരണസമിതി അതുപോലുള്ളവരുടെ യോഗം ഉണ്ടല്ലോ, ആ യോഗത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാവരും ഈ കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഇവിടെയുള്ളവർ, നിങ്ങൾ പലരും ശ്രദ്ധപ്പെടുത്തുക, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവരവിടെ താമസിപ്പിക്കുന്നു, ഒരു അതിഥികളെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കുന്നു. അതുപോലെ വയനാട് ജില്ലയിലെ ഏത് ഗ്രാമപഞ്ചായത്തിന് കീഴിലും അവർ വരാൻ തയ്യാറാണെങ്കിൽ എല്ലാ നിലയിലും കാര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാണെന്ന് ഇന്നത്തെ യോഗ ഐകകണ്ഠേനം പറയുകയാണ്. അത് സ്ഥാപനങ്ങൾ മാത്രമല്ല, വീടുകളും മറ്റുമൊക്കെ ആയിട്ട് തയ്യാറാവാൻ, അത് അവരുടെ കൂടെ അഭിപ്രായം എടുക്കണം. ആ അഭിപ്രായം എടുത്തുകൊണ്ട് ആ നിലയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് പോയി താമസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ജില്ലയുടെ ഒരു അറ്റത്ത് പോയി താമസിക്കാനും തയ്യാറുള്ളവരുണ്ടാകും. അപ്പൊ ആ നിലയിൽ അഭിപ്രായം എടുക്കാം എന്നുള്ള ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ ഒരു അതിജീവനത്തിന്റെ കരുത്ത് പകരുന്ന ഒരു യോഗമായിരുന്നു ഇന്നത്തെ യോഗം.